പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമൊക്കെയുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹം അന്നത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തെ ചിന്തിക്ക് വേണ്ടി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കാതെ പരസ്യമായി വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്ന അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ തന്റെ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ട് നമുക്ക് നൽകുന്നൊരു ദൂതാണത്. പ്രൈസ്. എന്താണ് പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കരുതെന്ന്. പൗലോസ് എന്ന് പറയുന്ന വ്യക്തി സുവിശേഷ ഘോഷണത്തിൽ വലിയ പ്രതിസന്ധികളെ നേരിട്ടയാണ്. ഒരുപാട് ഉപദ്രവങ്ങൾ, ഒരുപാട് കാരാഗ്രഹ ജീവിതങ്ങൾ, മരണം വരെ തന്റെ ജീവിതത്തിൽ വന്നു നിന്ന സമയങ്ങളിലും സുവിശേഷത്തെ സംബന്ധിച്ച് ലജ്ജ കൂടാതെ പ്രയോജനമുള്ള ഒരു കാര്യങ്ങളും മറച്ചു വെക്കാതെ പൗലോസ് ഹല്ലേലൂയ സ്തോത്രം വീടുതോറും പരസ്യമായി വീടുതോറും കയറി ഇറങ്ങി ജനത്തോട് പറഞ്ഞെന്നുള്ളതാണ്. പ്രൈസ്. അപ്പം പൗലോസിന്റെ ശുശ്രൂഷ അതിശക്തമായ ഒരു ശുശ്രൂഷയായിരുന്നു. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ പൗലോസ് മുഖാന്തരം അനവധി സഭകൾ സ്ഥാപിതമായി ആയിരക്കണക്കിന് ജനങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നു. ഒരു വലിയ കൂട്ടം ജനം തന്നെ ഉണർവിന്റെ ഭാഗമായി മാറിയത്. ഇന്നും അതുതന്നെയാണ് പൗലോസിന്റെ ശുശ്രൂഷ. ഇന്നും ഏറ്റെടുത്ത് നമ്മൾ ചെയ്താൽ കർത്താവായ യേശുക്രിസ്തു പൗലോസിലൂടെ ചെയ്യിച്ച അതേ ശുശ്രൂഷ നമ്മളിലൂടെ ചെയ്യിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ നാം അതിനുവേണ്ടി ഒരുങ്ങി നിന്ന് അത് ചെയ്യുകയാണെങ്കിൽ, പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ നാം ചെയ്താൽ നമ്മുടെ ശുശ്രൂഷയിലും അത്ഭുതം നടക്കും. രക്തം ചെയ്യാൻ ഹല്ലേലൂയ. അപ്പം പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കരുത്. ഇന്നത്തെ കാലഘട്ടവും അന്നത്തെ കാലഘട്ടവും കൂടെ വ്യത്യാസമാണ്. ഇന്ന് മുഖം നോക്കിയും പേഴ്സ് നോക്കിയും അതിന്റെ കനം നോക്കി, സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ നോക്കി, ഓഫറുകൾ നോക്കി പലരും പോകുന്നത് കൊണ്ട്, പലരും ആ ഒരു ബന്ധനത്തിലായതുകൊണ്ട് പ്രയോജനമുള്ളതെല്ലാം മറച്ചു വെച്ചിട്ട് പലതും വിഴുങ്ങുക. നമുക്കറിയാം, പലരുടെയും മുഖം നോക്കിയാൽ ദൈവസഭയ്ക്കകത്ത് പ്രസംഗിക്കാൻ പറ്റത്തില്ല. പലരുടെയും മുഖഭാവങ്ങൾ വ്യത്യസ്തമാണ്. ചിലരോട് പ്രസംഗിച്ച ചില പ്രസംഗങ്ങൾ ചെയ്ത് അത് ഞങ്ങളോടായിരുന്നു, ഞങ്ങളെ കുത്തിയതാ, ഞങ്ങളെ വെട്ടിയതാ, ഞങ്ങളിനി അടുത്ത ആഴ്ച അങ്ങോട്ടില്ല, ഞങ്ങൾ സഭയ്ക്ക് നന്നായി കൊടുക്കുന്നതാണ്, ഞങ്ങളുടെ പൈസയാണ് വാസ് കഞ്ഞി കുടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നവരുണ്ട്. അപ്പൊ അവരുടെ മുഖം നോക്കി പ്രസംഗിക്കണം. മറ്റൊന്ന് പണം നോക്കി പ്രസംഗിക്കണം. പണം തരുന്നവന്റെ പേരെടുത്ത് പറയണം, പണം തരുന്നവന്റെ പേര് ഉയർത്തിപ്പിടിക്കണം, അവനെ സഭയിലെ ഒന്നാമതനാക്കി മാറ്റണം, മറ്റുള്ളവരെ ഉള്ളവരെക്കാൾ ശ്രേഷ്ഠനെ നേടണം. അങ്ങനെയുള്ളവർക്കും പ്രയോജനമുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല. അവർക്ക് പണം കൊടുക്കുന്നവരതിനകത്ത് ഇരിക്കുക. മൂന്നാമത്തെ കാര്യം സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ. ദൈവസഭയ്ക്കകത്ത് ഒരുവൻ വന്നാൽ, ഒരുവൻ രക്ഷിക്കപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനമനുസരിച്ച് ദൈവസഭയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയുടെ ചിന്ത സ്ഥാനമാനങ്ങളും അധികാരങ്ങളും കൈയടക്കണമെന്നുള്ളതാണ്. അതിനുവേണ്ടി ആ വ്യക്തി എന്തു വേണേലും ചെയ്യും. അല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്കും പ്രയോജനമുള്ളതൊന്നും പ്രസംഗിക്കാൻ കഴിയത്തില്ല. നാലാമത്തെ കാര്യം ഓഫർ. ആരെങ്കിലും പറയുക, നിങ്ങളെ ഞാൻ വിദേശത്ത് കൊണ്ടുപോകാം അല്ലേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിദേശത്തേക്ക് വരുന്ന സഹോദര എന്നൊക്കെ ചോദിച്ചാൽ ഒരു ഓഫറല്ലേ, പിന്നെ ആ വ്യക്തിയെ പിണക്കാൻ പറ്റുമോ? പിന്നെ നമ്മളതിന്റെ പുറകെ നടക്കുക, എന്നാ വിസ തരുന്നത്, എന്നാ വിസ അയക്കുന്നത്, എന്നാ വരണ്ടേന്ന് ചോദിച്ച്. അപ്പോൾ ഓഫറുകൾ വന്നാലും നമ്മൾ ഈ പ്രയോജനമുള്ളത് മറച്ചു വെച്ചിട്ട് ആ ഓഫർ നോക്കിയാ പ്രസംഗിക്കുന്നത്. ഇന്നത്തെ സഭ നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇന്നത്തെ പ്രസംഗകരെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്നെ കേൾക്കുന്ന പ്രൈസിലേക്ക് താ. പൗലോസിന് ഇങ്ങനെയുള്ള ഓഫറുകളൊന്നും ഇല്ലായിരുന്നു. മുഖം നോക്കിയും പണം നോക്കിയും അധികാരം നോക്കിയും ഓഫറുകൾ നോക്കിയും ശുശ്രൂഷിച്ച വ്യക്തിയല്ല പൗലോസ് എന്ന് പറയുന്നയാള്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ആത്മാവ് തന്നിൽ പകർന്നു കൊടുക്കുന്ന ദൈവത്തിന്റെ വചനത്തെ അതേപോലെ മറ്റുള്ളവരോട് അറിയിക്കുക, പരസ്യമായി വീടുതോറും അറിയിച്ച് പാപിയായ മനുഷ്യനെ പാപബോധം വരുത്തി അവനെ ദൈവത്തെങ്കിലേക്ക് നടത്തുക എന്നുള്ളതായിരുന്നു പൗലോസിന്റെ ശുശ്രൂഷ. അല്ലേ? നമ്മുടെ ശുശ്രൂഷയും ആ അനുഭവത്തിലേക്ക് വരാത്തിടത്തോളം കാലം സഭയിൽ ഒന്നും നടക്കത്തില്ല. അല്ലേരിയ. ഇന്ന് പല സഭയിലും ചെല്ലുമ്പോൾ പലരും പറയാറുണ്ട്, പക്ഷേ അത് സഭയ്ക്ക് വേണ്ടി നല്ല പ്രയോജനമുള്ളയാളാ,
ആ സഹോദര സഭയ്ക്ക് വേണ്ടി വലിയ കൈത്താങ്ങൽ ചെയ്യുന്നതാണ്. വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കണം. അല്ലെങ്കിൽ ചെല്ലുമ്പോഴേ നിർദ്ദേശമാണ്. അങ്ങനെയുള്ള സഭയൊക്കെ കരിന്തിരി പിടിച്ച സഭയാണ്, കരിന്തിരി കരിയുന്ന സഭകളാണ്. അങ്ങനെയുള്ള സഭയിലെ ഇടയന്മാരും കരിന്തിരിയ. അല്ലെങ്കിൽ ദൈവവചനം മറകൂടാതെ പ്രസംഗിക്കണം. ദൈവവചനത്തിനകത്ത് കലർപ്പില്ലാതെ ദൈവവചനം എന്ത് പറയുന്നു അത് അതുപോലെ പ്രസംഗിക്കണം. അതാണ് ഒരു ശുശ്രൂഷകന്റെ ദൗത്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഭൂമിയിൽ അയച്ച് യേശുക്രിസ്തുവിന്റെ പരശുശ്രൂഷ 3.5 വർഷം പിതാവ് തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ഒന്നും മറച്ചു വെക്കാതെ, പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ സത്യസന്ധമായി പരസ്യമായും വീട് തോറും ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം ജനത്തോട് അറിയിച്ചതുകൊണ്ട് ആ കാലഘട്ടത്തിൽ 10,000 ലക്ഷങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തുടങ്ങി. അനേകർ തങ്ങളുടെ പാരമ്പര്യം വലിച്ചു മാറ്റിക്കളഞ്ഞ് ജീവിതശുദ്ധിയെ മാറ്റിവെച്ച് ജീവിത വിശുദ്ധി തിരഞ്ഞെടുത്ത് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി മാറി. എന്തുകൊണ്ട്? പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പ്രസംഗിച്ചതുകൊണ്ട്. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, നീ ദൈവിക ശുശ്രൂഷ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നിന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നീ മാറിപ്പോകാതെ, ഈ ഭൂമിയിലെ സ്ഥാനങ്ങളും മാനങ്ങളും ആഡംബരങ്ങളും നോക്കാതെ, ഓഫറുകൾ നോക്കാതെ, മുഖം നോക്കാതെ, പണം നോക്കാതെ, ദൈവം നിന്നെ ഏൽപ്പിച്ചതൊന്നും മറച്ചു വെക്കാതെ നീ സത്യസന്ധമായിട്ട് ദൈവത്തിനെ ശുശ്രൂഷിക്കുമ്പോഴാണ് നിന്റെ അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കകത്ത് വിശാലതയുണ്ടാകുന്നത്. പ്രൈസലോ രക്തം ചെയ്യും നദിയണം. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കരുത്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 1 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ലേലിയ സ്തോത്രം. അല്ലെങ്കിൽ 1 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കും ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: ശരീരവ്യാസം അല്പപ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാക്തത്വമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. അപ്പം ദൈവഭക്തി വളരെ പ്രയോജനകരമാണ്. മനുഷ്യന്റെ ജീവിതത്തിലെ ദൈവഭക്തി എന്തെന്നും, ദൈവഭക്തിയിൽ എങ്ങനെയാണ് നിറയപ്പെടുന്നതെന്നും, ദൈവഭക്തിയിൽ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും യഥാർത്ഥമായി സഭയ്ക്കകത്ത് വെളിപ്പെടുത്തി പ്രസംഗിക്കണം. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ മനുഷ്യൻ തങ്ങളുടെ ശരീരത്തെ കുറിച്ചുള്ള ജാഗ്രതയാൽ അതിരാവിലെ എഴുന്നേറ്റ് നടക്കുവാൻ പോവുകയാണ്. അല്ലേലിയ. വ്യായാമം ചെയ്യുന്നു, കൃത്യമായ അളവിൽ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുന്നു. എന്നാൽ 4 ദിവസം ഒന്ന് കഠിനമായി പനി വന്നാല് അതുവരെ ചെയ്ത് എക്സസൈസും കഠിന വ്യായാമങ്ങളെല്ലാം പോയില്ലേ? അല്ലേലിയ. ഒരു കൂട്ടം ആളുകൾ ഇന്ന് ക്ലബുകളിലൊക്കെ പോയി വിവിധ മിഷനുകളിലൂടെ തങ്ങളുടെ ശരീരത്തെ അല്ലെ പ്രയോജനപ്പെടുത്തിയെടുക്കുകയാണ്. അല്ലേലിയ. സ്വതം. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, സന്തോഷമോ പസ് എങ്ങനെയൊക്കെ ഇരിക്കും, നിങ്ങൾ സമാധാനത്തോടെ പോകുന്നതൊക്കെ ചോദിച്ചു. ഞാൻ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ ചോദിച്ചു, ആന്റി എന്ത് ചെയ്യുന്നു ചോദിച്ചു. ആന്റി ക്ലബിൽ പോയെന്ന് പറഞ്ഞു. ഞാൻ എന്തിന്? വ്യായാമത്തിന് പോയതാ. പുള്ളിക്കാരി ശക്തമായി വ്യായാമം എടുക്കുന്നെന്ന് പറഞ്ഞു. അല്ലേലിയ. അത് ഞാനൊന്നും പറയാൻ പോയില്ല, കാരണം അവരൊക്കെ അങ്ങനെ ചെയ്യട്ടെ. അല്ലേലിയ. എന്ന് പറഞ്ഞ കൃത്യമായ അളവിൽ എല്ലാ ദിവസവും അവിടെ പോയി അവരുടെ ശരീരത്തെ ദൃഢപ്പെടുത്തിയെടുക്കുക. ലേലിയ. ഒരു വിരുന്നിന് പോയാൽ ആഹാരം വേണ്ട, ഒരു ക്ഷണം കിട്ടിയാൽ അവിടെ പോയാൽ ഒന്നും വേണ്ട, മാറിയിരിക്കുക. നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ മുമ്പിൽ കൊണ്ടുവച്ചാൽ വേണ്ട. ലേലിയ. കാരണം ശരീരത്തിൽ വിവിധമായ രോഗങ്ങൾ വന്നു കയറി ഇന്ന് അവരുടെ ശരീരത്തെ അവർ മെരുക്കിയെടുക്കാൻ വേണ്ടി വിവിധ അഭ്യാസങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ വചനം പറയുന്നത് എന്താണ്? ആമീൻ സ്തോത്രം. അല്ലെ ദൈവഭക്തിയോ ആമീൻ സ്തോത്രം ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും ദൈവാക്തത്വമുള്ളതായാൽ സകലത്തിനും പ്രയോജനമാകും. അല്ലേലി. പ്രൈസ് എന്ന് പറയുന്നത് ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതെന്നാണ്. ഈ ഭൂമി നിങ്ങളുടെ ശരീരത്തെ എന്തെല്ലാം നിങ്ങൾ വ്യായാമത്തിലൂടെ കൊണ്ടുവന്നാലും അത് അല്പകാലം മാത്രമേ ഉള്ളൂ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നിങ്ങൾ ആദ്യകാലത്തെ എഴുന്നേറ്റ് അല്ലേലിയ കർത്താവിനെ സ്തുതിച്ച് ദൈവത്തെ എത്രമാത്രം മഹത്വപ്പെടുത്തുകയോ, നിങ്ങൾ കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിച്ച് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ, നിങ്ങളുടെ ശരീരം അനങ്ങി മെയ്യരങ്ങി നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് നല്ല വ്യായാമം കിട്ടും. അല്ലേരി. പിന്നെ നിങ്ങൾ ക്ലബിലൊന്നും പോകേണ്ട കാര്യമില്ല, നിങ്ങൾ ദൈവത്തെ അങ്ങ് സ്തുതിച്ചാൽ മതി. അല്ലേരി. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ വേദപുസ്തക ധ്യാനവും പ്രാർത്ഥനയും രാവിലെ ദൈവസന്നിധി ആരാധനയും ഭവനത്തിൽ നഷ്ടപ്പെട്ടു പോയി. കാരണം രാവിലെ എഴുന്നേറ്റാൻ ഉടനെ കട്ടൻ ചായ കുടിച്ചിട്ട് നടക്കാൻ പോവുകയാണ്.
വിവിധ അഭ്യാസത്തിന് വേണ്ടി പോവുക, ചിലർ ഓടുകയാ, ചിലർ ചാടുകയാ. അല്ലേ? ഞാനതൊന്നും തെറ്റാന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ദൈവത്തിനെ ഇന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ ഈ സകല രോഗത്തിനും കർത്താവ് സൗഖ്യം തരും. അപ്പം പ്രയോജനമുള്ളത് മറച്ചു വെക്കാതെ പൗലോസിന്റെ കാലഘട്ടത്തിൽ പൗലോസ് ശുശ്രൂഷ ചെയ്തുകൊണ്ട് ദൈവഭക്തിയെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തതുകൊണ്ട് ജനമെല്ലാം ദൈവഭക്തിയിൽ നിറയപ്പെട്ടതുകൊണ്ട് അവരെല്ലാം ആത്മാവിന്റെ പുതുക്കത്താൽ ജീവിച്ചു പോകുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ട് യോസേപ്പിന്റെ ദൈവഭക്തിയെ ഭൂലോകർ ഇപ്രകാരം അല്ലെങ്കിൽ പരിഹസിച്ചു കാണും. നിന്റെ ഭക്തിയാൽ നിനക്ക് എന്താണ് പ്രയോജനം? പഴയ നിയമത്തിലെ യോസേപ്പിനോട് ജനം ചോദിച്ചു കാണും, യോസേപ്പെ, നിന്റെ ഭക്തി കൊണ്ട് നിനക്ക് എന്താ പ്രയോജനമായത്? അല്ലേ? അപ്പനിൽ നിന്ന് നിന്നെ വേർതിരിച്ചില്ലേ? സഹോദരന്മാർ നിന്നെ വെറുത്തില്ലേ? പൊട്ടക്കുഴിയിലേക്ക് എറിയപ്പെട്ടില്ലേ? മിസ്രയീമ്യർക്ക് വിറ്റ് കളഞ്ഞില്ലേ? നീ ജയിലിലേക്ക് ഓടിപ്പോകുവാൻ പോത്തിഫറിന്റെ ഭാര്യ കാരണമായില്ലേ? എന്നുള്ള അനവധി വാക്കുകൾ യോസേപ്പിന് നേരെ തൊടുത്തുവിട്ട് അവന്റെ ദൈവഭക്തിയെ ചോദ്യം ചെയ്തൊരു കാലഘട്ടമുണ്ട്. പ്രൈസലോ ലേലിയ. ഇപ്പൊ യോസേപ്പിന് നേരെ അല്ലെങ്കിൽ വളരെ കഠിനമായ കൂർത്ത വാക്കുകൾ കടന്നു ചെല്ലുമ്പോഴും യോസേപ്പ് തന്റെ ജീവിതത്തിൽ പ്രയോജനമായ ദൈവഭക്തി മറച്ചു വെക്കാതെ ദൈവഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിന്നെന്നുള്ളതാണ്. ലേലിയ. പിന്നത്തേതിൽ എന്ത് ചെയ്തു? യോസേപ്പ് മിസ്രയീമിൽ സകലത്തിന്മേലും രണ്ടാമനായി അല്ലെങ്കിൽ അധികാരിയായി മാറി. പ്രൈസലോ. യോസേപ്പിനെ മിസ്രയീമിന്റെ അധികാരിയായി ഉയർത്തി. യോസേപ്പ് നിമിത്തം മിസ്രയീമിനെയും തന്റെ സ്വന്തം ഭവനക്കാരെയും ക്ഷാമമെന്ന ആ അനുഭവത്തിൽ നിന്ന് വിടിവിക്കുവാൻ കാരണമായി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവഭക്തി മറച്ചു വെക്കാതെ യോസേപ്പിനെ പോലെ ഉറപ്പോടെ നിന്നാൽ ജീവിതത്തിൽ എങ്ങും തളർന്നു പോകില്ല. അതേസമയത്ത് ദൈവഭക്തി മറച്ചു വെച്ച് ദൈവസഭയെ പ്രസംഗിച്ചാൽ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന വിശ്വാസികൾ രോഗിയായി മാറും. രക്തം ചെയ്യും. അനേകം ആളുകൾ ദാവീദിന്റെ ഭക്തിയെയും പരിശോധിച്ചു. ദാവീദിന്റെ നേരെ ഇങ്ങനെ വലിയൊരു ശുഭത്യം കടന്നു വന്നു. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് 42-ാം സങ്കീർത്തനത്തിനകത്താണ്. 42-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം, നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ചോദ്യമുണ്ട്. നമ്മളോടൊക്കെ ചോദിക്കും, നിന്റെ ദൈവം എവിടാ? നിന്റെ ദൈവം ആരാ? നിന്റെ ദൈവത്തെ നീ കണ്ടിട്ടുണ്ടോ? നിന്റെ ദൈവത്തെ കാണിച്ചു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ദാവീദിന്റെ കാലഘട്ടത്തിലെ ദൈവഭക്തിയെ ചൂഷണം ചോദ്യം ചെയ്തതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിലും ദൈവഭക്തിയെ ചോദ്യം ചെയ്യുന്നവരുടെ നടുവിലാണ് ഞാൻ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത്. അല്ലേലും അതുകൊണ്ട് പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ ദൈവസന്നിധി വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ജീവിതം അനുഗ്രഹത്തിലേക്ക് വരുന്നത്. രക്തം ചെയ്യും. പ്രൈസലോ. അപ്പം ജീവിതം നമ്മൾ സൂക്ഷ്മതയോടെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മജീവിതത്തിനകത്തെ കാഴ്ചപ്പാടുകളൊന്നും മറച്ചു വെക്കാതെ അത് കൃത്യമായി നാം അറിയിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ആത്മീയ ധൈര്യം ഉണ്ടാകുന്നത്, ആത്മീയ വിശുദ്ധി നാം പ്രാപിക്കുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പം പൗലോസിന്റെ കാലഘട്ടത്തിൽ പൗലോസിനെതിരെ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ഉയർന്നതുപോലെ യോസേപ്പിന്റെ കാലഘട്ടത്തിലും ദാവീദിന്റെ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള ചോദ്യചിഹ്നങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ അവരൊന്നും അവരുടെ ദൈവഭക്തി മറച്ചു കളയാതെ അവർ ദൈവസന്നിധി ഉറപ്പോടെ നിന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്. ഹല്ലേലൂയ. അവിശ്വാസികൾ വിശ്വാസികളോട് ചോദിക്കുന്ന കാര്യമാണ്. ദൈവമക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഉടനെ അവരുടെ ചോദ്യം, നീ വലിയവനാണല്ലോ, നിന്റെ ദൈവം വലിയവനാണല്ലോ, ഇപ്പോൾ നിന്റെ ദൈവം എവിടെ എന്നൊക്കെ ചോദിക്കും. ഹല്ലേലൂയ. സംഗീത പുസ്തകം 42-ന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ ആസ്തികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നുവെന്നാണ് ഭക്തന്റെ നിലവിളിയാ കേട്ടോ. അപ്പം ദാവീദിനോട് ഇരിക്കും, നിന്റെ ദൈവം എവിടെയെന്ന് ഹല്ലേലൂയ ചോദിക്കുക. ദാവീദിന്റെ ശത്രുക്കൾ നിരന്തരം ചോദിച്ചവന്റെ അല്ലെങ്കിൽ ഭക്തിയെ വരെ അല്ലെങ്കിൽ തകർക്കുക, അവന്റെ അസ്ഥികളെ തകർക്കുന്ന വിധത്തിൽ ചോദ്യചിഹ്നങ്ങൾ കടന്നിരിക്കുക. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത്, അസ്ഥി തകർന്നാലുള്ള വേദന സഹിക്കാനാകില്ല, മിക്കപേരും ബോധമറ്റു വീഴും. ഓർത്തു വയ്ക്കും, നമ്മുടെ കൈയോ കാലോ ഒക്കെ ഒടിഞ്ഞ് നമ്മുടെ അസ്ഥികൾക്ക് പൊട്ടലുണ്ടായാൽ വലിയ കഠിനമായ വേദനയാണ്.
ആ കഠിനമായ വേദനയിൽ പലരും ബോധം കെട്ട് വീഴും, തലകറങ്ങും, പലരുടെയും സുബോധം നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ദാവീദിന്റെ ഭക്തിയെ ചോദ്യം ചെയ്തപ്പോൾ ദാവീദ് പറയുക, നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കും വണ്ണം ഹല്ലേലൂയ എന്നെ നിന്ദിതനാക്കിയതാണ്. ഹല്ലേലൂയ നിന്ദിക്കുന്നതെന്ന്. അതേ സ്നേഹിത, ഇതുപോലുള്ള ചോദ്യങ്ങൾ കടന്നു വരുമ്പോൾ നിന്റെ ദൈവഭക്തി നീ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ പ്രയോജനമുള്ള നിന്റെ ജീവിതത്തിനകത്ത് പ്രയോജനമായ പ്രാർത്ഥനയെ നീ കുറയ്ക്കരുത്. പ്രയോജനമായ ദൈവവചന ധ്യാനം നീ കുറയ്ക്കരുത്. പ്രയോജനമായ ദൈവവചന അല്ലെങ്കിൽ സ്തോത്രം കാര്യങ്ങളിൽ നിന്റെ ആ ശ്രദ്ധ മാറിപ്പോകരുത്. അല്ലേരി പ്രാർത്ഥന, ദൈവവചന ധ്യാനം, കൂട്ടായ്മ, ആരാധന, ഇതൊക്കെ വളരെ പ്രയോജനമുള്ളതാണ്. അല്ലേരിയ അതൊക്കെ മറച്ചു വെക്കാതെ ദൈവസനിൽ കടന്നു വന്ന് പരസ്യമായിട്ടും വീടുതോറും സുവിശേഷം പൗലോസ് അറിയിച്ചതുപോലെ നീ പരസ്യമായിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുവാൻ കഴിയണം. നിന്റെ ദൈവഭക്തി, നിന്റെ വിശ്വാസവും, നിന്റെ ആരാധനയും നീ ക്രിസ്തുവിൽ വീണ്ടും ജന്മം പ്രാപിച്ചതൊന്നും മറച്ചു വെക്കാതെ നീ ജനത്തിന്റെ മുമ്പിൽ നീ നിന്നെ തന്നെ വെളിപ്പെടുത്തണം. ഇന്ന് പലരും പറഞ്ഞു ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതാ, ഞങ്ങൾ സ്നാനപ്പെട്ടതാ, ആരോടും പറയരുത് കേട്ടോ, ആരോടും പറയരുത് എന്നൊക്കെ പറയുന്നവരുണ്ട്. ചിലർ പറയും ഞങ്ങൾ രക്ഷിക്കപ്പെട്ട കാലങ്ങളായി, ഞങ്ങൾ വീട്ടിൽ ആരും അറിയത്തില്ല, ഞങ്ങൾക്ക് ആരാധനയ്ക്ക് പോകാൻ പറ്റുന്നില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ നിനക്ക് ദൈവം തന്നിരിക്കുന്ന കൃപ, വീണ്ടെടുപ്പ്, നിനക്ക് തന്നിരിക്കുന്ന ദൈവഭക്തിയെ, നിനക്ക് തന്നിരിക്കുന്ന ദൈവ സാന്നിധ്യം നീ മറച്ചു വെക്കാതെ നീ മറ്റുള്ള മുമ്പിൽ നീ പറയണം, ഞാൻ എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ചവളാണ്, അത് ഞാൻ അഭിമാനം കൊള്ളുന്നു നീ പറയാൻ കഴിയണം. അല്ലേ? അപ്പം പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കരുത്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവസഭയിൽ നിൽക്കുന്നു എന്ന് ധൈര്യത്തോടെ എവിടെയും വിളിച്ചു പറയണം. പ്രൈസലോ. പെന്തക്കോസ്ത് നാളിൽ നിങ്ങൾ കണ്ടില്ലേ, പത്രോസിന്റെ പ്രസംഗം കേട്ട് 3000-ഓളം പേർ ഓടി വന്ന് സഹോദരന്മാരെ രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണം, യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണം. പൗലോസ് അവർക്ക് പാപബോധത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ 3000 പേരന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നു. അത് വേദപുസ്തകത്തിൽ പരസ്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ ദൈവത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷ നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ദൈവം നിനക്ക് ചെയ്തിരിക്കുന്ന ഉപകാരങ്ങളൊന്നും നീ മറച്ചു വെക്കാതെ ക്രിസ്തുവിന് വേണ്ടി നീ പ്രയോജനപ്പെടണം. രക്തം ചെയ്യും. അടുത്തത് വിശുദ്ധിയെ നീ മറച്ചു വെക്കരുത്. ദൈവസഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയത്, ദാസന്മാർക്ക് നഷ്ടപ്പെട്ടു പോയത്, ദൈവജനത്തിന് നഷ്ടപ്പെട്ടു പോയത് വിശുദ്ധിയാണ്. വിശുദ്ധിയെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. വിശുദ്ധിയെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പലരുടെ മുഖം ചുളുങ്ങും. വിശുദ്ധിയെ പ്രസംഗിച്ച പലരും സഭയിൽ വരത്തില്ല. വിശുദ്ധിയെ പ്രസംഗിച്ച പലരും സഭയ്ക്കകത്തിരുന്ന് ഉറങ്ങും. വിശുദ്ധിയെ പ്രസംഗിച്ച യോഗം കഴിയുമ്പോൾ വാസക്കെതിരെ 100 വിരൽ ചൂണ്ടും. അല്ലേലിയ. വിശുദ്ധി പറയാൻ പാടില്ല. അതുകൊണ്ട് ദൈവസഭയെ വിശുദ്ധിയെ മറച്ചു വെച്ച അശുദ്ധി പറഞ്ഞാൽ, പൊട്ടച്ചൊല്ലും കളിവാക്കുകളും ചീത്തത്തരങ്ങളും ഒക്കെ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ഭയങ്കര ഇമ്പമാണ്. കെട്ടുകഥകളും കിഴവിക്കഥകളും അല്ലെങ്കിൽ അമ്മൂമ്മ കഥകളും പറഞ്ഞ് പ്രസംഗിക്കുന്ന അനവധി ആളുകളുണ്ട്. അവരെ കേൾക്കാൻ ഇന്ന് ജനം ഇഷ്ടം പോരാ. അല്ലേരി. എന്ന പ്രയോജനമുള്ള വിശുദ്ധി മറച്ചു വെക്കാതെ പ്രയോജനമുള്ള വിശുദ്ധിയെ കുറിച്ച് പറയുന്ന ദൈവദാസന്മാർക്ക് എന്നും പരിഹാസമായിരിക്കും. രക്തജയം. അല്ലേരി. അത് എന്നെ കേൾക്കുന്ന മാതാവി പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര, പ്രയോജനമുള്ള വിശുദ്ധിയെ കുറിച്ച് നീ പറയുമ്പോൾ നീ പരിഹസിക്കപ്പെട്ടാലും നിന്ദിക്കപ്പെട്ടാലും നീ ഭാരപ്പെട്ടു പോകേണ്ട. ദൈവം നിന്നെ ഏൽപ്പിച്ചത് നീ ചെയ്യണം. അല്ലേരി. പ്രയോജനമുള്ള വിശുദ്ധിയുടെ ജീവിതത്തെ കുറിച്ച് നീ പറയുവാൻ നിനക്ക് ധൈര്യമുണ്ടായിരിക്കണം. രക്തജയം. അല്ലേരി. അതുകൊണ്ടാണല്ലോ പൗലോസിന്റെ ശുശ്രൂഷ വിജയിച്ചതെന്ന് പറയുന്നത്. പൗലോസ് ഓരോ ഗ്രാമങ്ങൾ കയറി ഇറങ്ങുമ്പോഴും ഓരോ വീടുകൾ കയറി ഇറങ്ങുമ്പോഴും അല്ലേരിയ പ്രയോജനമുള്ള ദൈവഭക്തിയെക്കുറിച്ച്, പ്രയോജനമുള്ള വിശുദ്ധിയെക്കുറിച്ച്, പ്രയോജനമുള്ള ആരാധനയെക്കുറിച്ച്, പ്രയോജനമുള്ള കൂട്ടായ്മയെക്കുറിച്ച്, പ്രയോജനമുള്ള ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് മറച്ചു വെക്കാതെ പൗലോസ് പ്രസംഗിച്ചത് കൊണ്ടാണ് ഇന്ന് ദൈവസഭ നിൽക്കുന്നത് തന്നെ. രക്തം ചെയ്യും. അവിടെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പ്രയോജനമുള്ളത് മറച്ചു വെക്കാതെ സത്യസന്ധമായി ദൈവത്തിനെ ശുശ്രൂഷിക്കണം. ജീവിതത്തിൽ ഒറ്റപ്പെട്ടേക്കാം, ജീവിതത്തിൽ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ഉയർന്നേക്കാം. അവിടെയൊന്നും തകർന്നു പോകണ്ട. ദൈവത്തിനെ ഏൽപ്പിച്ച ശുശ്രൂഷ കൃത്യമായിട്ട് ചെയ്യണം. അല്ലേലൂയ. അപ്പം വിശുദ്ധിയെക്കുറിച്ച് സഭയിൽ പറയണം. അത് മാസത്തിലല്ല, എല്ലാ ആഴ്ചയിലും എല്ലാ ശുശ്രൂഷയിലും വിശുദ്ധിയെക്കുറിച്ച് പറയണം. നിങ്ങൾ ഏത് ശുശ്രൂഷ ചെയ്താലും
സഭയ്ക്കകത്ത് വിശുദ്ധിയുടെയും വേർപാടിന്റെ ശുശ്രൂഷ ചെയ്യണം. ആ ഒരു ശുശ്രൂഷയിലൂടെ നിങ്ങൾ എന്ത് ദൂത് വേണേലും പറഞ്ഞു, എന്ത് ആമേലെ ആലോചന, എന്ത് വെളിപ്പാടും പറഞ്ഞു. വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നവർക്കാണ് ദൈവം വെളിപ്പാടുകളും ദർശനങ്ങളും തരുന്നത്. അവരിലാണ് ദൈവം ദൂത് നിറയ്ക്കുന്നത്. വിശുദ്ധിയും വേർപാടും ഇല്ലാത്ത ഒരുവനെ ദൈവം ശുശ്രൂഷയിൽ ഉപയോഗിക്കത്തില്ല. അന്തരഞ്ഞു ചിലരൊക്കെ ചെയ്യുന്ന അവര് ചെയ്തോട്ടെ, അവര് ചെയ്യുന്ന ശുശ്രൂഷ നമുക്കറിയാവോ എന്താണെന്ന്. അതിനൊക്കെ ദൈവം നീതി കണക്കിട്ടുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ യഥാർത്ഥമായി സത്യസന്ധമായി വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരിലൂടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും, ചെയ്യും. അവർ പ്രാർത്ഥിച്ച വിടുതലുണ്ട്, അവർ പ്രാർത്ഥിച്ചാൽ അനുഗ്രഹമുണ്ട്, അവർ പ്രാർത്ഥിച്ചാൽ വിഷയത്തിന് മറുപടി ഉണ്ടാകും. ഹല്ലേലൂയ. അവരുടെ പ്രാർത്ഥനയ്ക്കകത്ത് സൗഖ്യം ഉണ്ടാകും. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതുകൊണ്ട് പ്രയോജനമുള്ള വിശുദ്ധി മറച്ചു വെക്കരുത്. ഹല്ലേലൂയ. പണ്ടൊരു സഭയില് ദൈവത്തിന്റെ വചന ശുശ്രൂഷയിൽ വിശുദ്ധിയെക്കുറിച്ച് ദൈവദാസൻ പ്രസംഗിച്ച് ഞാനൊരു സഭയിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിച്ച് ഹല്ലേലൂയ സഭായോഗമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും ആ പ്രസംഗിച്ച ദൈവദാസന് നേരെ ഒരു കൂട്ടം ജനം എഴുന്നേറ്റു. ഹല്ലേലൂയ. ഈ സഭയ്ക്കകത്ത് വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കേണ്ട, ഞങ്ങൾക്കല്ലാതെ അറിയാവുന്നവർ. കാരണം അവരെല്ലാം വളർന്നു നിൽക്കുക. പിന്നെ കതിരെ കൊണ്ട് വളവിട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ അവർ പറഞ്ഞ് ഞങ്ങളെല്ലാം വളർന്നു നിൽക്കുകയാണ്, ഇവിടെ കൊണ്ട് വളമൊന്നും ഇടണ്ട, ഇവിടെ കൊണ്ട് വിശുദ്ധി ഒന്നും പറയണ്ട. ഹല്ലേലൂയ. ഇന്നും ആ കുടുംബങ്ങളൊക്കെ ഗതി പിടിച്ചിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. രക്തം ചെയ്യും. ദൈവമയക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവമയക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്ക് വിരൽ ചൂണ്ടിയാൽ, ചോദ്യം ചെയ്താൽ, ദൈവദാസന്മാർക്ക് ശബ്ദം ഉയർത്തിയാൽ, അവർക്ക് നേരെ കൂട്ടം കൂടിയാൽ ആദ്യനുള്ളത് നീ പ്രാപിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ അഭിഷേകത്തിനെ തുടരുതെന്നാണ് ദാവീദ് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പം വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ നീ അത് ഏറ്റെടുത്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ക്രമീകരിക്കുവാനുള്ള അതിനെ നീ ക്രമീകരിക്കണം. നിന്റെ പാപത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നിന്റെ പാപത്തെക്കുറിച്ച് നിനക്ക് ഉണർത്തിച്ചു തരുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നീ ശുദ്ധീകരണം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് പ്രയോജനമുള്ള വിശുദ്ധിയെക്കുറിച്ച് ദൈവസഭയ്ക്കകത്ത് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിനകത്ത് വിശുദ്ധിയും വേർപാടും പ്രസംഗിക്കുക എന്ന് പറയുന്ന അപൂർവമാണ്. വല്ല പ്രായമുള്ള ദൈവദാസന്മാരൊക്കെ പ്രസംഗിച്ചേക്കുമായിരിക്കും. ചില ചുരുക്കം യൗവനക്കാരികൾ പ്രസംഗിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്നത് പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കരുത്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദാവീദ് അത്രമാത്രം നിന്ദയിലൂടെ, അപമാനത്തിലൂടെ തന്റെ അസ്ഥികളെ തകർക്കുന്ന വിധത്തിൽ താൻ നിന്ദിക്കപ്പെട്ടപ്പോഴും ദാവീദ് തന്റെ ഭക്തിയെ മുറുകെ പിടിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് ഹല്ലേലൂയ ദാവീദിനോട് കൂടെ ഇരുന്നു. അവന്റെ സകല ദുഃഖങ്ങളെയും സന്തോഷമാക്കി മാറ്റി. ഇയ്യോബ് ഭക്തനെ ദൈവം രണ്ടിരട്ടിയായി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ദാനിയേലിനെ എത്രയോ രാജാക്കന്മാരുടെ മുഖ്യമന്ത്രിയായി നിയമിച്ചു. സ്തോത്രം. വിശുദ്ധന്മാർ കഷ്ടപ്പാടുകളുടെ പാതയിലൂടെ കടന്നു പോയതിന്റെ ഫലമായി അവരെ ദൈവം ഉന്നതമായ നിലയിൽ മാനിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദാവീദിനോട് കൂടെ ദൈവം ദാവീദിന്റെ സകല കഷ്ടങ്ങൾക്കും ദൈവം മാറ്റം കൊടുത്തു. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഓർത്തു നോക്കിയാട്ട് യോബിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടതയിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. തന്റെ മക്കൾ 10 പേര് നഷ്ടപ്പെട്ടു, ആടുമാട് കന്നുകാലികളെല്ലാം നഷ്ടപ്പെട്ടു. തന്റെ ഭാര്യ പറഞ്ഞ് നീ ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് നീ പോയി മരിക്കുക, നീ ദൈവഭക്തി മുറുകെ പിടിക്കുകയാണോ? അനവധി ചോദ്യചിഹ്നങ്ങൾ. യോബിനെ ആശ്വസിപ്പിക്കാൻ വന്ന സ്നേഹിതരും യോബിനെതിരെ ആയുധമായി നിൽക്കുമ്പോൾ യോബ് തന്റെ ഭക്തിയെ മുറുകെ പിടിച്ചു. പിന്നത്തേതിൽ എന്ത് ചെയ്തു? യോബിനെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി കൊടുത്തു എന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ദാനിയേലിനെ കുറിച്ച് നമുക്ക് പഠിച്ചാലും കാണാൻ കഴിയും. ദാനിയേലിന്റെ ദൈവഭക്തിയും ദൈവവിശുദ്ധിയും മുഖാന്തരം ദാനിയേൽ സിംഹത്തിന്റെ കുഴിയിലേക്ക് ഇട്ടുകളയേണ്ടി വന്നു. അവിടെയും സിംഹത്തിന്റെ വായി ഇടച്ചുകൊണ്ട് തന്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചവനാ ദാനിയേൽ. പിന്നത്തേതിൽ ബാബേലിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ദാനിയേൽ എത്തിച്ചെല്ലുവാൻ കാരണമായി തീർന്നു. ഹല്ലേലൂയ. അതേ സ്നേഹിത, വിശുദ്ധി പറയണം. ദൈവസഭയുടെ ദൈവവചനത്തിനകത്ത് പ്രയോജനമുള്ള വിശുദ്ധിയെ പ്രസംഗിക്കണം. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് പ്രയോജനമുള്ള വിശുദ്ധിയെ പ്രസംഗിച്ച് വേർപാട് പ്രസംഗിച്ചുകൊണ്ട് നീ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അവിടെ ദൈവം നിന്നെ വെളിപ്പാടിൽ നിറയ്ക്കും. ദൈവത്തിന്റെ ആത്മാവിനക്ക് ദൂതലും ദൈവം പ്രവചനാത്മാവ് നിറയ്ക്കും. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് അഭിഷേകം ഇറങ്ങും. സഭയ്ക്കകത്തെ ചെറിയൊരു വലിയൊരു അഭിഷേകം പ്രാപിക്കാൻ കാരണമാകും. സഭ വളരും. ഹല്ലേലൂയ. സഭയ്ക്ക് ദൈവം വിശാലത നൽകും. വിശുദ്ധിയെക്കുറിച്ച് നീ പറഞ്ഞിരിക്കണം. രക്തം ചെയ്യും. അല്ലാതെ പണം നോക്കിയും അല്ലെങ്കിൽ പേര് നോക്കിയും മുഖം നോക്കിയും ഓഫറുകൾ നോക്കി നീ ശുശ്രൂഷിച്ചാൽ
നിന്റെ മുമ്പിലിരിക്കുന്ന ഒരു ജനത്തിനും പാപബോധം വരത്തില്ല. അവർക്ക് പാപത്തിൽ നിന്ന് മോചനമില്ല. അവർ പാപത്തിന്റെ ആഴങ്ങളിലേക്ക്, പാപത്തിന്റെ ആ കുഴിയിലേക്ക് വീണ്ടും വീണുകൊണ്ടിരിക്കും. ദൈവവചനം നിങ്ങൾ പഠിച്ചു നോക്കിയാട്ട് ദൈവത്തിന്റെ വചനത്തിനകത്ത് സുവിശേഷം തൊട്ട് ലേഖനങ്ങൾ തുടങ്ങി പ്രവചന ഗ്രന്ഥങ്ങൾ വായിച്ചാൽ എല്ലായിടത്തും വിശുദ്ധിയുടെ സ്ഥാനത്തിന് വില കാണാൻ കഴിയും. അല്ലേ? അത് നമ്മുടെ ശുശ്രൂഷ എന്താണ്? വിശുദ്ധി ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ സങ്കീർത്തനം 4 വരുമ്പോൾ കാണുന്നത്. അല്ലേലിയ 4 സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. അല്ലേലിയ 4 സങ്കീർത്തനം 3 വാക്യം. അല്ലേലിയ യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നത് അറിവിൽ, ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. അല്ലേലിയ രക്തം ചെയ്യും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അല്ലേലിയ യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്ന അറിവിൽ, അതുകൊണ്ട് യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കേൾക്കുമെന്ന് എന്ന് പറഞ്ഞാൽ, അല്ലേലിയ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ഭക്തനോടുള്ള ബന്ധത്തിൽ ചില പ്രത്യേക വ്യക്തികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അല്ലേലിയ എന്തുദ്ദേശത്തിലാണ് ഭക്തനെ വേർതിരിക്കുന്നത്? മറ്റു മനുഷ്യർക്ക് ആ കാര്യം ബോധ്യമാകണമെന്നില്ല. അല്ലേലിയ ചിലർക്ക് ബോധ്യമാകാം. ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ച ഭക്തന്മാർ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥന കേൾക്കും. അല്ലേലിയ അതുകൊണ്ടാണ് ദാവീദ് വീണ്ടും ഇവിടെ എടുത്തു പറയാൻ കാരണമായി തീർന്നത്. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ അടുക്കലോളം എത്തുകയില്ലെന്ന് 32 സങ്കീർത്തനം 6 വാക്യത്തിൽ പിന്നത്തേത് ദാവീദ് രേഖപ്പെടുത്തി വെച്ചു. ലേലിയ അതേ സ്നേഹിതം, നാം ദൈവത്തോട് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നു അത്രമാത്രം നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും. അല്ലേലിയ 32 സങ്കീർത്തനം 6 വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അല്ലേലിയ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. സ്തോത്രം, അല്ലേലിയ, സ്തോത്രം, അല്ലേലിയ, ആമേൻ. ഭയാനകമായ കുറ്റബോധത്താൽ പശ്ചാത്തപിക്കുന്ന അല്ലേലിയ ഒരു അനുഭവം, ആത്മാവിന്റെ ദുഃഖം എല്ലാവർക്കും പ്രശ്നമായി മാറും. പാപത്തിൽ നിന്ന് ജനം വിടുവിക്കപ്പെട്ട് ആത്മരക്ഷ പ്രാപിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുമ്പോൾ നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഇത് നിമിത്തം ഓരോ ഭക്തനും യഹോവയെ കണ്ടെത്താവുന്ന കാലത്തിനോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ. ഹല്ലേലൂയ, സ്തോത്രം. അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് നേരെ ശത്രു എത്ര പ്രബലനായി മാറിയാലും, പിശാചി നിനക്കെതിരെ എത്ര ചോദ്യചിഹ്നങ്ങളുമായി വന്നാലും, പിശാചി നിനക്കെതിരെ എത്ര ആരോപണങ്ങളുമായി വന്നാലും, നീ വിശുദ്ധിയോടെ ദൈവത്തിൽ നിൽക്കുന്നവളാണെങ്കിൽ നിന്നെ തകർക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് ശ്രോതാവേ, നിന്റെ ജീവിതം തകർന്ന നിലയിലാണോ? നിന്റെ ജീവിതം അടുത്ത നിലയിലാണോ? നീ നിരാശയുടെ നിലയിലാണോ? പലരും ചോദ്യചിഹ്നങ്ങൾക്കും നീ തല കുമ്പിട്ട് നിൽക്കുകയാണോ? ജീവിതത്തെ മുന്നോട്ട് പോകാൻ കഴിയാതെ ജീവിതത്തിൽ തകർന്ന അനുഭവമാണെങ്കിൽ ഇന്ന് പകൽ ദൈവസനിൽ നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് ദൈവത്തെ കണ്ടെത്താവുന്ന സമയത്ത് നീ ദൈവത്തെ കണ്ടെത്തി അവരോട് പ്രാർത്ഥിച്ചാൽ, പെരുവെള്ളം പോലെയുള്ള പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ കവിഞ്ഞു വന്നാലും നിന്നെ അതിന് വിട്ടുകൊടുക്കാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. രക്തജയം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിലേക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്. ജീവിതത്തിൽ പല ക്ലേശങ്ങൾ കടന്നു വരാം, ജീവിതത്തിൽ പല വെല്ലുവിളികൾ കടന്നു വരാം, പലപ്പോഴും പല രോഗത്തിന് നമ്മൾ അടിമയായി മാറാം. ശാരീരികമായി ക്ഷീണിപ്പിക്കുന്ന, ശാരീരികമായി ബലഹീനപ്പെടുത്തുന്ന അനവധി പ്രശ്നങ്ങളിലൂടെ നാം കടന്നുപോയേക്കാം. ജീവിതം തന്നെ നിരാശയുടെ നടുവിലൂടെ പോയേക്കാം. പക്ഷേ പെരുവെള്ളം പോലെ നിന്നെ തകർക്കുന്ന വിഷയങ്ങൾ നടുവിലും നീ ദൈവത്തെ കണ്ടുമുട്ടിയവനാണെങ്കിൽ, ദൈവത്തെ കണ്ടുമുട്ടിയവളാണെങ്കിൽ നീ ഒരിക്കലും തകർന്നു പോകത്തില്ല. നീ കടക്കടിയിലൂടെയാണോ? സാമ്പത്തിക ഞെരുക്കമാണോ? നിന്റെ വീട് ജപ്തിക്ക് വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുകയാണോ? കാലങ്ങളായിട്ട് പ്രാർത്ഥന മക്കളുടെ വിവാഹം നടക്കാതിരിക്കുകയാണോ? ഒരു തലമുറയ്ക്ക് വേണ്ടി തലമുറയില്ലാതെ നീ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? മാരകമായ രോഗം നിന്നെ പിടിച്ച് നീ കിടക്കിൽ എഴുതേക്കാൻ കഴിയാതെ നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധരമാണ് പറയുന്നത്, ദൈവത്തെ കണ്ടെത്താകുന്ന സമയത്ത് നീ ദൈവത്തെ കണ്ടെത്തി യേശുവിനോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ സകല പ്രശ്നത്തിനകത്തും ദൈവം വിടുവിക്കും. എന്നെ കേൾക്കുന്ന സഹോദര, ദൈവത്തെ കണ്ടെത്താനുള്ള സമയം നിന്റെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്നു. ഇത് കൃപയുടെ കാലഘട്ടമാണ്. കൃപയുടെ വാതിലടയാൻ സമയമായി. ഹല്ലേലൂയ. ദൈവം തന്റെ സഭയെ ചേർക്കാൻ മധ്യാകാശത്ത് വെളിപ്പെടാൻ സമയമായി. അധിക സമയമില്ല. അതുകൊണ്ട് യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന സമയത്ത് നിന്നോട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അവന്റെ അടുക്കലോളം അതെത്തുകയില്ല.
നിന്നെ സംരക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമെന്നാണ് പറയുന്നത്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ ഈ ദൈവത്തിനൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ, ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും നമുക്ക് അവതരിപ്പിക്കാൻ കഴിയില്ലെങ്കിലും ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കുന്ന അനവധി വിഷയങ്ങൾ, ശാരീരികമായി തളർത്തുന്ന, ശാരീരികമായി ക്ഷീണിപ്പിക്കുന്ന, ജീവിതത്തെ നിരാശപ്പെടുന്ന അനവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തന്തിക ശുശ്രൂഷ വിശുദ്ധിയെ മറച്ചു വെക്കാതെ അത് അതുപോലെ പ്രസംഗിക്കുവാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കിയെടുക്കുക. എനിക്കൊരൊറ്റ കാര്യം, വിശുദ്ധി ജീവിക്കണം എന്നുള്ളതാണ്. കാരണം കർത്താവ് വരുമ്പോൾ കർത്താവിനോട് കൂടി എടുക്കപ്പെടണമെന്ന് എൻ്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹമാണ്, വാഞ്ചയാണ്. അതുകൊണ്ട് ഈ ലോകത്തോട് ചേർന്ന് മലിനപ്പെട്ടു പോകാതെ, ലോകക്കാരോട് ചേർന്ന് മലിനപ്പെട്ടു പോകാതെ അല്ലേ ദൈവത്തെ കണ്ടെത്തി ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിന് മുന്നേറുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നീ ദൈവത്തോട് ചേർന്ന് വസിക്കണം. രക്തം ചെയ്യും. ദൈവത്തോട് ചേർന്ന് വസിച്ച് നിന്റെ വിശ്വാസ ജീവിതത്തെ നീ കെട്ടിപ്പടുത്തിയെടുക്കണം, പണിയണം. വിശ്വാസ ജീവിതത്തെ പണിതുയർത്തണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറയുന്നത്. സ്തോത്രം. ഈ യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞതും എന്താണ്? യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് നാം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യാക്കോബിന്റെ ലേഖനം വരുമ്പോൾ 1-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു: പിതാവായി ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലമായുള്ള ഭക്തിയോ ഹല്ലേലൂയ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കലങ്കം പറ്റാത്ത വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. ഈ വചനം വളരെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. വീടുകൾ തോറും കയറി ഇറങ്ങുന്നവർ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അനാഥരെയും വിധവമാരെയൊക്കെ അവരുടെ സങ്കടത്തിൽ ഭവനത്തിൽ ചെന്ന് കാണാൻ ചെല്ലുന്നവർ ഹല്ലേലൂയ ജീവിതത്തിൽ കളങ്കം പറ്റാതെ തന്നെത്താൻ സൂക്ഷിക്കണമെന്ന്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ സ്തോത്രം, ദൈവം നിനക്ക് തന്നിരിക്കുന്നത് പിതാവായി ദൈവത്തിന് മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഒരു ദൈവഭക്തി ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവേ, അല്ലെങ്കിൽ സ്തോത്രം, പിതാവായി ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഒരു ദൈവഭക്തിയാൽ എന്നെ നിങ്ങളെ നിറച്ച് അനാഥരുടെയും വിധവന്മാരുടെയും വീടുകൾ സന്ദർശിക്കപ്പെട്ട സങ്കടത്തിൽ അവരെ ചെന്ന് കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മടങ്ങി വരുമ്പോൾ നിന്റെ ജീവിതം കളങ്കമായി, നിന്റെ ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടു പോകരുതെന്ന് അവിടെ പറയുന്നത് കേട്ടോ. ലേലിയ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അനവധി ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാട്ട് പിതാവായ ദൈവത്തിന് മുമ്പാകെ അവർക്ക് ലഭിച്ച ശുദ്ധവും നിർഭരമായ ദൈവഭക്തി നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് ജീവിതത്തിൽ കളങ്കമേറ്റ എത്രയോ ഭക്തന്മാരാണ് നമ്മുടെ ഇടയിൽ ഇന്ന് ശുശ്രൂഷിക്കുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അവര് നിത്യതയിൽ പോകാനായിട്ട് ചാട്ടവും മേളവും ഓട്ടവും ഒക്കെയാ. അവർക്ക് നിത്യതയിൽ ചെല്ലാൻ കഴിയില്ല. കാരണം പിതാവായി ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലമായുള്ള ദൈവഭക്തി അതിനെ തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. അവരുടെ നിലകൾക്കുന്ന സ്നേഹിത, ദൈവോത്തരവും ദൈവത്തിന്റെ വിശുദ്ധിയും നിന്നിൽ ഏൽപ്പിച്ച് നിനക്ക് തന്നിരിക്കുന്നതിനെ നീ കൃത്യതയോടെ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. ദൈവവചനം എന്ന് പറയുന്നത് 4 കാര്യങ്ങൾക്ക് പ്രയോജനമുള്ളതാണെന്ന് ഒരു ദൈവദാസൻ രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ ശ്രദ്ധയിൽപ്പെടുവാൻ കാരണമായി. ഹല്ലേലൂയ. അതിലൊന്നാമത്തെ കാര്യം ഹല്ലേലൂയ സ്തോത്രം, ആദ്യമായി ഉപദേശത്തിനും, രണ്ടാമതായി ശാസനയ്ക്കും, മൂന്നാമതായി നന്നാക്കലിനും, നാലാമതായി നീതിയെ പഠിപ്പിക്കുന്നതിനും ലോകപ്രകാരമുള്ള പുസ്തകങ്ങളെ പോലെ അച്ചടിച്ചിരിക്കുന്നുവെങ്കിലും ഇത് മഹാശ്രേഷ്ഠമേറിയ പുസ്തകമാണ്, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ജീവനും ആത്മാവുമാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയും. അപ്പം നല്ല സ്തോത്രം. ദൈവത്തിനും എന്താണ് 4 കാര്യം? ഒന്ന്, ആദ്യമായി ഉപദേശത്തിന്, രണ്ടാമത് ശാസനയ്ക്ക്, മൂന്നാമത് നന്നാക്കലിന്, നാലാമതായി നീതിയെ പഠിപ്പിക്കുന്നതിന്. വേദപുസ്തകം നല്ലതാണ്. പക്ഷെ ലോകപ്രകാരം നോക്കുമ്പോൾ നാം ഈ പുസ്തകം ലോകപ്രകാരമുള്ള പുസ്തകങ്ങൾ പോലെ അച്ചടിച്ച് വെച്ചിരിക്കുന്നെങ്കിലും വിശുദ്ധ ബൈബിളിനകത്തുള്ള വാചനം ആത്മാവും ജീവനുമാണ്. മറ്റ് പുസ്തകങ്ങളെ പോലെയല്ല. ഇതിനകത്തെ വചനം വിശുദ്ധിയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നതാണ്, പാപബോധം കൊടുക്കുന്നതിനാണ്, മനുഷ്യനെ ക്രമീകരിക്കുന്നതാണ്, മനുഷ്യനെ നന്നാക്കിയെടുക്കുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമുക്ക് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. 119 സങ്കീർത്തനത്തിനകത്ത് 105-ാമത്തെ വാക്യം പറഞ്ഞു, ഹല്ലേലൂയ, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. അത് നമ്മെ ജീവിപ്പിക്കുന്ന വചനമാണ്.
അത് നമ്മെ ക്രമീകരിക്കുന്ന വചനമാ. ആ വചനം നമ്മെ നേരായ പാതയിലൂടെ കൊണ്ടുവരുന്നതാ. സത്യസന്ധമായ രീതിയിൽ നമ്മെ നടത്തുന്നതാ. ദൈവത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നതാ. വിശുദ്ധിയിലേക്ക് നമ്മെ വഴി നടത്തുന്നതാ. ജീവിതത്തിൽ പാപബോധം തരുന്നതാണ് ദൈവ വചനം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, യേശുവര സമയമായി ജീവിത വിശുദ്ധിയിലേക്ക് മടങ്ങി വേണം. പൗലോസ് പരസ്യമായും വീട് തോറും സഞ്ചരിച്ച് പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പൗലോസ് തന്റെ ശുശ്രൂഷ ചെയ്തതുപോലെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പരസ്യമായും വീട് തോറും സഭ തോറും നിങ്ങൾ കടന്നുപോയി പ്രയോജനമുള്ളത് മറച്ചു വെക്കാതെ ദൈവത്തിന്റെ വചനം പറയണം, രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ ശ്രേഷ്ഠത നാം മനസ്സിലാക്കിയെടുക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ, രണ്ടാമത്തെ സ്തോത്രം 2 തിമോഥെയോസിന്റെ ലേഖനം ഹല്ലേലൂയ സ്തോത്രം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്യമാകയാൽ. എന്താണ് ദൈവവചനം? ദൈവത്തിന്റെ ശ്വാസമാ, ദൈവത്തിന്റെ ആത്മാവാ. ഹല്ലേലൂയ. അപ്പൊ എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യ സകല പ്രവർത്തിക്കും ഭാഗപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. അതായത് ദൈവത്തിന് 4 കാര്യങ്ങൾക്ക് വളരെ പ്രയോജനമുള്ളതാണെന്ന് പറഞ്ഞത്. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ശ്വാസമാ. ആ വചനം നിന്റെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ നിന്റെ ആ മരിച്ചു കിടക്കുന്ന നിർജ്ജീവമായി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ സമയം എഴുന്നേൽക്കാൻ കാരണമാകും. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്നെ യേശു സ്നേഹിക്കുന്നു. നിന്നെ യേശു സ്നേഹിക്കുന്നു. യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു. ജീവൻ തന്ന അവസാന തുള്ളി രക്തം വരെ നിന്നെ സ്നേഹിച്ച് ഈ ലോകത്തിൽ നീ പാപത്തിൽ നിന്ന്, ശാപകരമായ ലോകത്തിൽ നിന്ന്, ഇവിടുത്തെ ബന്ധന സാത്താന്റെ കയ്യിൽ നിന്നെ വിലയ്ക്ക് വാങ്ങി ദൈവരാജ്യം നിനക്ക് അവകാശമായി തന്നിരിക്കുക. അതുകൊണ്ട് ഇന്ന് പകൽ നീ ദൈവത്തെ കണ്ടെത്താവുന്ന സമയത്ത് ദൈവത്തെ കണ്ടെത്തി നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് ചില അത്ഭുതങ്ങൾ നടക്കും. രക്തം ചെയ്യും. ഹല്ലേലൂയ. നാം കർത്താവിന് വേണ്ടി നിൽക്കണം കേട്ടോ. നാം ലോകത്തിന് വേണ്ടിയിട്ടല്ല, കർത്താവിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, പത്രോസിന്റെ ലേഖനം വായിച്ചാലും അത് നമുക്ക് കാണാൻ കഴിയും. പത്രോസിന്റെ ലേഖനം ഹല്ലേലൂയ 2 പത്രോസിന്റെ 1:19 വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആമേൻ, വേദപുസ്തകം താല്പര്യത്തോടെ നിങ്ങൾ വായിക്കുമ്പോൾ ദൈവവചനങ്ങളെ നിങ്ങളെ ശ്രേഷ്ഠമായി വഴി നടത്തും. ദൈവവചനം വളരെ താല്പര്യത്തോടെയും അത് വളരെ ധ്യാനത്തോടും പ്രാർത്ഥനയോടും കൂടെ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നിങ്ങളെ ശ്രേഷ്ഠമായി വഴി നടത്തും. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, പ്രവാചകവാക്യം അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്നെന്ന് പറഞ്ഞത്. ദൈവത്തിന്റെ വചനം എന്താ? അല്ലെങ്കിൽ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ വചനത്തിന്റെ ഹൃദയത്തിൽ കരുതണം. അല്ലെങ്കിൽ വചനം നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ ഇരുളുകൾ മുഴുവൻ മാറിപ്പോകും. നിന്റെ കഷ്ടങ്ങൾ മാറും, വേദനകൾ, നോമ്പരങ്ങളെല്ലാം മാറും. ഇപ്പോൾ നീ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും നിനക്ക് അതിജീവിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് ദൈവവചനം മതി. ഈ ലോകത്തിൽ നമുക്ക് ദൈവത്തിന്റെ വചനവും ദൈവവുമായുള്ള കൂട്ടായ്മയാണ് നമുക്ക് ഏറ്റവും വലുത്. അല്ലാത്തതൊന്നും ശാശ്വതമല്ല. അല്ലേരി ശരീരാഭ്യാസം എന്ന് പറയുന്നത് അല്പപ്രയോജനമുള്ളതാണ്. അല്ലേരി ശരീരത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്. ശരീരത്തെ അല്പാമിൽ നിങ്ങൾ വിവിധമായ ശരീരാഭ്യാസം ചെയ്ത് നിങ്ങളുടെ ശരീരത്തെ പ്രയോജനപ്പെടുത്തിയെടുത്താൽ നമ്മുടെ ഒരു പനി വന്നാൽ പോരെ അത് തീരാൻ. എന്നാൽ ദൈവസന്നിധി പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവസന്നിധി വേറിട്ടിരുന്ന് വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൽ എന്നും ആരോഗ്യമുള്ളവരായിരിക്കും. രക്തം ചെയ്യും. അവരുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ കടന്നു വരും, പ്രതികൂലങ്ങൾ കടന്നു വരും, വെല്ലുവിളികൾ കടന്നു വരും. അവരുടെ ശരീരത്തിലും മറ്റുള്ളവർക്കുള്ള രോഗങ്ങളൊക്കെ കടന്നു വരും. പക്ഷേ അവർ ദൈവത്തിന് പാടിയിരുന്ന് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവരുടെ ശരീരത്തിന് വീണ്ടും ആരോഗ്യം ദൈവം പകർന്നു കൊടുക്കും. ഹല്ലേലൂയ. 107 വാക്യവും വചനമയച്ചവരെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞതുപോലെ ദൈവം തന്നെ വചനമയച്ച് നമ്മെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അനേകൾക്ക് പ്രശ്നേ കർത്താവ് പറയുക, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നുവെന്ന് ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ഹല്ലേലൂയ 23-ാമത്തെ വാക്യം കാണാൻ കഴിയും. യേശു പറയാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു.
അല്ലെ? ആത്മാവും ജീവനുമായിരിക്കുന്ന ദൈവവചനം എന്ന് പറയുന്ന സത്യവേദ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന വചനങ്ങളാണ്. ആ വചനം മനുഷ്യനെ ജീവിപ്പിക്കുന്നതാണ്. ആ വചനം മനുഷ്യൻ സൗഖ്യം കൊടുക്കുന്നവനാണ്. ആ വചനം മനുഷ്യൻ ശുദ്ധിയിലേക്ക് നടത്തുന്നതാണ്, പാപബോധം കൊടുക്കുന്നതാണ്. ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം. ഹല്ലേലൂയ. ആമേൻ. യിരെമ്യാ പ്രവാചകൻ പറഞ്ഞു, ആമേൻ, 23:29 വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്റെ വചനം തീ പോലെ പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ ഇരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പിന്നത്തെ എബ്രായ ലേഖനത്തിനകത്ത് എഴുതി വെച്ചു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെ സന്ധ്യമഞ്ചകളെയും വേർപിടിക്ക് തുളച്ചേരുന്നതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അത് ദൈവത്തിന്റെ വചനത്തോടാ തീ പോലെയാ, പാറയെ തകർക്കും ചുറ്റി പോലെയാ. നിന്റെ ജീവിതത്തിലെ സകല അശുദ്ധിയും കരിച്ചു കളയുവാൻ, തകർത്ത് കളയാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. മാത്രമല്ല, ദൈവത്തിന്റെ ജീവനാണ്, ചൈതന്യം എന്നതാണ്. നിന്റെ ജീവിതത്തിൽ ചൈതന്യമേകുവാൻ, നിന്റെ ജീവിതത്തിൽ പുതുക്കുന്നതിന് വചനത്തിന് കഴിയും. നിന്റെ ആത്മാവിനെ സന്ധി മനുഷ്യകളെ വേറെ തുളച്ചു ചെല്ലുന്നതാണ് ഈ വചനം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, ദൈവവചനത്തിലേക്ക് മടങ്ങുക. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ സത്യസന്ധമായി നീ ദൈവത്തിന്റെ വചനം അറിയിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം നിന്നിലൂടെ അത്ഭുതം ചെയ്യും. അതുകൊണ്ട് ഞാൻ വായിച്ച വചനത്തിലേക്ക് മടങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുക. പൗലോസ് പറഞ്ഞത് എന്താണ്? ഹല്ലേലൂയ, പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അതേ കാലഘട്ടത്തിലും പ്രയോജനമുള്ളത് മറച്ചു വെക്കാതെ സത്യസുവിശേഷം ദൈവം നിങ്ങളെ പ്രസംഗിക്കാൻ വിളിച്ചിരിക്കുമ്പോൾ, നിങ്ങൾ അതിന് കൂട്ടവകാശികളായി മാറുമ്പോൾ, അതിന് നിങ്ങൾ അനുസരിച്ചത് ചെയ്യുമ്പോൾ, ആമേൻ, ദൈവിക വിടുതൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ തലമുറയിലും നിങ്ങളുടെ ശുശ്രൂഷയിലും നിങ്ങൾ നിൽക്കുന്ന സമൂഹത്തിൽ നിങ്ങളുടെ സഭയിലും അത് കാണാൻ കഴിയും. രക്തം ചെയ്യും. അത് ഇന്ന് പകൽ നിങ്ങൾ ആരെങ്കിലും വചനം കേട്ട് നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് പറഞ്ഞിട്ട്, കർത്താവേ, പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ ഈ ദൈവവചനത്തെ യഥാർത്ഥമായി പറയാനുള്ള കൃപ നൽകണമേ എന്ന് പറഞ്ഞ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കണ്ണുനീരിന്റെ ദുഃഖത്തിന്റെ സങ്കടത്തിന്റെ അരികിലൂടെ കർത്താവേ കടന്നുപോകുന്ന ജനം, പ്രത്യാശയില്ലാതെ ജീവിക്കുന്ന ജനം, കേരളത്തിൽ ഭാരത ലോക രാജ്യം 800 കോടി ജനത്തെ വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ലാ ഭരണ മേധാവികൾ സംസ്ഥാനങ്ങൾ രാജ്യങ്ങൾ രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവരെ രാജാക്കന്മാർ രാജ്യമാർ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാള മേധാവികൾ ഗോത്രങ്ങൾ ദ്വീപുകളെ ഭരിക്കുന്നവർ ആദിവാസി ട്രൈബൽ മേഖലയിൽ ആയിരിക്കുന്നവർ കരസേന വ്യോമസേന നാവികസേന അതിർത്തികൾ കാക്കുന്ന BSF CRPF നിയമ നിർമ്മാണ രംഗത്ത് ക്രമസമാധാന രഹസ്യാംശ വിഭാഗങ്ങളെ സമുദ്രത്തിലാഴങ്ങൾ ജോലിയിൽ സമുദ്രത്തിൽ ജീവിക്കുന്ന മത്സ്യബന്ധനായിരിക്കുന്നവർ കടലോര വാസികളെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ കമ്പനികളും ഫാക്ടറികളും ഒക്കെ ഖനികളിൽ ജോലി ചെയ്യുന്നവർ, വലുതും ചെറുതുമായ എല്ലാ വ്യാപാരങ്ങളെയും വ്യാപാര സ്ഥാപനങ്ങളെയും കർത്താവ് എല്ലാ വഴിയോര കച്ചവടക്കാരെ ഓർത്തുവെക്കുന്നു. കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കും വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ, അല്ലെങ്കിൽ വാഹന നിർമ്മാതാക്കളെ, ഹല്ലേലൂയ, സഹകരണ മേഖലയും പൊതുമേഖലയും കർഷക മേഖലയും യൂണിയൻ രംഗത്തും ജോലി ചെയ്യുന്നവർ, ഹല്ലേലൂയ, കർത്താവ് ക്ഷീരമേഖലയിലും കാർഷിക മേഖലയിലും പൊതുമേഖലയിലുമായി ബാങ്കിങ് മേഖല, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, മത സാമൂഹ്യ സാംസ്കാരിക സംഘടന രംഗത്ത്, ചലച്ചിത്ര മാധ്യമ മീഡിയ രംഗം നിൽക്കുന്നവർ, ഭരണപ്രതിപക്ഷ പാർട്ടികൾ, ഹല്ലേലൂയ, ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാർദ്ധക്യം നിരാൻപുരത്തിൽ യാചകർ, ഓർഫനേജിൽ ഓട്ടം ജോലി തടവറയിലായിരിക്കുന്ന സകല ജനത്തിനും മാനസാന്തരം കൊടുക്കണമേ. ദേശത്തും വിദേശം ജോലി ചെയ്യുന്നവർ, യാത്ര ചെയ്യുന്നവർ, കഷ്ടം സഹിക്കുന്നവർ, അവരെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നതൊക്കെ വിടുതൽ കൊടുക്കണമേ. പാപത്തിൽ വീണ് അരിബദ്ധത്തിൽ വീണ് മദ്യത്തിനും മയക്കുവരുന്നും പാൻമസാൻ ലോകത്തെ ജട്ടിക്ക് വ്യഭിചാര വരസംഘർഷത്തിൽ വീണ് കിടക്കുന്നവരെ ദൈവം സന്ദർശിച്ച് കർത്താവേ, പ്രയോജനമുള്ള ദൈവത്തിനെ കേട്ടുവെച്ച് വിശുദ്ധ ജീവിതം നയിപ്പാൻ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വേല സ്നേഹിച്ച് കേരളത്തിലും ഭാരത വിദേശ രാജ്യങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന കഷ്ടം സഹിക്കുന്ന നിങ്ങളുടെ ദൈവമക്കൾ ദൈവദാസന്മാരെ ഓർക്കുന്നു. ജീവിതം അനുഭവിക്കുന്നവർക്കായി വിടുതൽ കൊടുക്കണമെന്നായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് പകൽ യാത്ര ചെയ്യുന്ന ദൈവമക്കളെ ശുശ്രൂഷ ചെയ്യുന്നവരെ ചുറ്റുമുള്ളവരെല്ലാം ഞങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല ജനവും ദൈവത്തിലേക്ക് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വരവിനായി ഒരു ജനത്തെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിളിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.